ഇന്നലത്തെ മനോരമയിൽ CJP പ്രക്ഷോഭം പിന്തുണയിൽ ഉറച്ച് വിസ്മയ. അതാ വിസ്മയം അറിയാലോ. ഇപ്പം വിസ്മയയുടെ എന്താ പറയാ പ്രകടനങ്ങളാണ് നമ്മളെ ഈ ചാനലുകളൊക്കെ തുറന്നു നോക്കിയാൽ അതിലൊക്കെ കാണുക. അതായത് ഏഷ്യാനെറ്റിലെ 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഇന്റർവ്യൂ, അത് കഴിഞ്ഞിട്ട് മിക്കവാറും എല്ലാ ചാനലുകളിലും എല്ലാ യൂട്യൂബുകളിലും മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയും ഈ പറയുന്ന വിസ്മയയെ കൊണ്ട് ഇതാ തുടക്കം എന്ന ഞങ്ങളുടെ മകളുടെ സിനിമ ഇതാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ഒരു പ്രൊമോഷൻ വർക്കാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് ചാനൽ നോക്കിയാലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കിയാലും അവിടെയൊക്കെ കാണുന്നത് ഈ പറയുന്ന വിസ്മയ പ്രകടനങ്ങളാണ്. ഒരു കുഴപ്പമില്ല. മോഹൻലാലിന്റെ മകൻ വളരെ നല്ല രീതിയിൽ പ്രണവ് അഭിനയിക്കുന്നുണ്ട്. ഒരുപക്ഷെ മോഹൻലാലിനെ കൂടി വിസ്മയിപ്പിക്കുന്ന തരത്തിലെ പ്രണവ് പല സിനിമകളും ചെയ്തിട്ടുണ്ട്. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇനി മോഹൻലാലിന്റെ മകളും ഈ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. വളരെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ വിസ്മയ അതിനിടയിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അതാണ് ഇന്നലത്തെ മലയാള മനോരമ കൊടുത്തിരുന്ന ആ വാർത്ത. CJP പ്രക്ഷോഭം പിന്തുണയിൽ ഉറച്ച് വിസ്മയ. അതായത് വിസ്മയ, മോഹൻലാലിന്റെ മകളായ വിസ്മയ നേരത്തെ പറഞ്ഞിരുന്നു, കോക്രോച്ച് ജനതാ പാർട്ടിക്കൊപ്പമാണ് ഞാൻ. അതായത് അവിടെ ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭകരോടൊപ്പമാണ് താൻ. അവിടെ ചെയ്യുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭകരെ കോക്രോച്ച് ജനതാ പാർട്ടി ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അവർക്കൊപ്പം എന്ന് പറഞ്ഞാൽ താൻ നരേന്ദ്രമോദി സർക്കാരിനെതിരാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരാണ്. ഞാൻ ഈ പ്രക്ഷോഭകർക്കൊപ്പമാണ് എന്ന് വിസ്മയ പറയുന്നു. ശരി, വിസ്മയ പറഞ്ഞോട്ടെ. അതിൽ വിസ്മയയുടെ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കാൻ കേട്ടോ, അതിലൊരു തകരാറുമില്ല. പക്ഷേ വിസ്മയ മനസ്സിലാക്കിയില്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന, ലാലേട്ടൻ എന്ന് പറയുന്ന മലയാളികൾ മുഴുവൻ ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ മകൾക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു കേട്ടോ. മകളെ, അവിടെ ആ ജന്തർ മന്ദറിൽ അന്ന് നടന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമായിരുന്നില്ല. അതിന്റെ പിന്നിൽ കലാപകാരികൾ ഉണ്ടായിരുന്നു, ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഉണ്ടായിരുന്നു എന്ന് മോളോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു കേട്ടോ ലാലേട്ടൻ. ഇപ്പൊ ഇന്ന് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണിച്ച ഈ പറയുന്ന ഈ 2 വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസം മുമ്പ് ബംഗാളിൽ അറസ്റ്റിലായ ഹമീം എന്ന് പറയുന്ന ഏറ്റവും വലിയ കൊടുംകുറ്റവാളി എന്ന് പറഞ്ഞാൽ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ പിന്തുണയോടെ ഇവിടെ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിപ്പുറപ്പെട്ട ഹമീം പിടിയിലായപ്പോഴാണ് ആ നടുക്കുന്ന വാർത്ത മനസ്സിലാവുന്നത്. ജെയ്ഷെ ഭീകരർ പോലീസിന്റെ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട്, പോലീസ് യൂണിഫോം അണിഞ്ഞുകൊണ്ട് അവിടെ കൂട്ടക്കൊല നടത്താൻ വേണ്ടി തയ്യാറായിരുന്നു. ഇന്ന് ഏറ്റവും പുതിയ വാർത്ത, ഞാനിപ്പോ NDTVയിലെ ആ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്തു. അതായത് പഞ്ചാബിൽ അറസ്റ്റിലാവുന്ന 9 പേർ. അവരുടെ ശ്രമം എന്തായിരുന്നു? ISI ഭീകരരുടെ ഒത്താശയോടെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശാനുസരണം ഇവിടെ കലാപം ഉണ്ടാക്കുക. ഇതിനു വേണ്ടിയിട്ട് 4 കുട്ടികളെ അടക്കം പഞ്ചാബിൽ നിന്ന് അവർ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ പറയുന്ന പ്രക്ഷോഭ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മാത്രമല്ല, ഇതൊക്കെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയാം. ഈ വിസ്മയ മോഹൻലാൽ ഈ ഒരു പ്രതികരണം നടത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയോ ആ സമയത്ത് എന്തൊക്കെ ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ നടന്ന, ഈ വിദ്യാർത്ഥി സമരത്തിന്റെ മറവിൽ നടന്ന അക്രമ സംഭവങ്ങൾ എത്ര. അപ്പൊ ഈ വിസ്മയ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു. വിസ്മയ അവിടെ നടന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അവിടെ ഈ പ്രക്ഷോഭകാരികൾ ഈ മാധ്യമ പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടില്ലായിരുന്നു. പോലീസുകാരുടെ 285 പോലീസുകാരുടെ കുടുംബാംഗങ്ങളാണ്. മനസ്സിലാക്കണം, 1 2 285 പോലീസുകാരുടെ കുടുംബാംഗങ്ങളാണ് കോടതിയിൽ ഹർജി നൽകിയത്. തങ്ങളുടെ കുടുംബനാഥനെ ആക്രമിച്ചിരിക്കുന്നു ഈ പറയുന്ന വിദ്യാർത്ഥി കൂട്ടം. ഈ വിദ്യാർത്ഥി കൂട്ടത്തിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ. മാത്രമല്ല, ഡൽഹി പോലീസ് കണ്ടെത്തി 2847 കൊടും കുറ്റവാളികൾ വധശിക്ഷ കേസ് ഉൾപ്പെടെ, വധശ്രമ കേസ് ഉൾപ്പെടെ, പോക്സോ കേസ് ഉൾപ്പെടെ അതിഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ 2487 പേർ ആ കലാപ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ഡൽഹി പോലീസ് കണ്ടെത്തിയതാണ്. ഇങ്ങനെ വളരെ കൃത്യമായി ആ ജന്തർ മന്ദറിൽ നടന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നില്ല, യഥാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധ കലാപമായിരുന്നു എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. ഈ സൈനികർക്കെതിരെ അല്ലെ, ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? നീറ്റ് പരീക്ഷ ഒന്നുമല്ല. അവരുടെ ആവശ്യം ഉമർ ഖാലിദിന് വിട്ടയക്കണം. കാശ്മീർ പാകിസ്ഥാൻ കൊടുക്കണം. ഇന്ത്യൻ സൈനികരെ അധിക്ഷേപിക്കുക. ഫക്ക് ദ ഇന്ത്യൻ ആർമി എന്ന എത്ര പ്ലക്കാർഡുകൾ നമ്മൾ അവിടെ കണ്ടു അല്ലെ. ഇന്ത്യൻ സൈനികരെ അധിക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച, ആസാദി മുദ്രാവാക്യം വിളിച്ച, ഇന്ത്യൻ സൈനികരെ അധിക്ഷേപിച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിയ ആ കലാപക്കൂട്ടം ഇത് മോഹൻലാൽ കണ്ടില്ലായിരുന്നു. മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണൽ അല്ലായിരുന്നു. ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന പദവി മലയാള സിനിമയിൽ ആദ്യമായി നൽകിയത് മോഹൻലാലിനാണ്. നരേന്ദ്രമോദി സർക്കാർ ഒന്നല്ല കേട്ടോ. നേരത്തെ UPA സർക്കാർ അല്ലെ, മൻമോഹൻ സിംഗിന്റെ സർക്കാരാണ് മോഹൻലാലിന് അങ്ങനെ ഒരു പട്ടം നൽകിയത്. ലെഫ്റ്റനന്റ് കേണൽ പദവി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും കൊടുക്കുന്ന ഒരു സാധനമല്ല.
ആ ഒരു പദവി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ എല്ലാവിധ എന്താ പറയാ പ്രൊമോഷൻ വർക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ മോറലിന് വേണ്ടിയിട്ട് അവരുടെ ഒരു എന്താ പറയാ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്താ പറയാ അകമഴിഞ്ഞ പിന്തുണ നൽകിക്കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങളെ ആകെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും വലിയ സെലിബ്രിറ്റിക്ക് നൽകുന്ന ഒരു അംഗീകാരമായിരുന്നു ലഫ്റ്റനന്റ് കേണൽ പദവി. ആ ലഫ്റ്റനന്റ് കേണൽ പദവിയിലുള്ള മോഹൻലാലിന്റെ മകളാണ് പറയുന്നത് ആ കലാപം അത് കലാപമൊന്നുമില്ല, അത് എന്താണ് പറയാ വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമാണ്, താൻ പ്രക്ഷോഭകർക്കൊപ്പമാണ് എന്ന് വിസ്മയക്ക് അങ്ങനെ പറയാം. പക്ഷേ മോഹൻലാലിന് ഒരു ചുമതലയുണ്ടായിരുന്നു കേട്ടോ. വിസ്മയോട് പറയേണ്ട ഒരു ചുമതല, മോളെ ഈ സമരത്തിന് നീ അനുകൂലിച്ചോ. പക്ഷെ ആ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറിയ കലാപകാരികൾ, ആ വിഘടനവാദികൾ, അവരെ കുറിച്ചുള്ള വാർത്ത നീ കണ്ടില്ലായിരുന്നോ? അവിടെ നമ്മുടെ സൈനികർക്കെതിരെ അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നീ കേട്ടില്ലായിരുന്നോ? നമ്മുടെ സൈനികർക്കെതിരെ അവർ ഉയർത്തിയ പ്ലക്കാർഡുകൾ നീ കണ്ടില്ലായിരുന്നോ? ആ അക്രമകാരികൾ അടിച്ചു തകർക്കുന്ന പൊതുമുതൽ നീ കണ്ടില്ലായിരുന്നോ? ആ അക്രമകാരികൾ പോലീസുകാരെ 285ഓളം പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നീ കണ്ടില്ലായിരുന്നോ? ആ കലാപകാരികൾ ഈ മാധ്യമ പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നീ കണ്ടില്ലായിരുന്നോ എന്ന് മോഹൻലാൽ മോളോട് ചോദിക്കേണ്ടതായിരുന്നു കേട്ടോ. ചോദിച്ചില്ല. ഇവിടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എത്രമാത്രം ഈ ലഫ്റ്റനന്റ് കേണൽ പദവിക്ക് അർഹനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒറ്റ കാര്യമാണ്. മലയാള പത്രങ്ങളൊന്നും മിണ്ടില്ല. അവിടെ നടന്നത് ഏറ്റവും വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്, രാജ്യവിരുദ്ധ കലാപത്തിനുള്ള ശ്രമമായിരുന്നു അവിടെ നടത്തിയത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വളരെ തന്ത്രപരമായി ആ ഒരു സമരം പൊളിച്ചു കളഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു രക്തപ്പുഴ ഒഴുകുമായിരുന്നു. അപ്പോഴാണ് മോഹൻലാലിന്റെ മകൾ, ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള മോഹൻലാലിന്റെ മകൾ, അങ്ങനെ തന്നെ നമുക്ക് പറയണം കേട്ടോ, ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള മോഹൻലാലിന്റെ മകൾ നമ്മളോട് പറയുന്നു അവിടെ കലാപമൊന്നുമില്ല, അവിടെ ഞാൻ ആ പ്രക്ഷോഭകർക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ലാലേട്ട, നിങ്ങളെ കുറിച്ച് ലജ്ജിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇനി മോളെ തീർത്താൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ആ ലഫ്റ്റനന്റ് കേണൽ പദവി നിങ്ങൾ അവിടെ ഉപേക്ഷിക്കണം കേട്ടോ. നിങ്ങൾ തിരിച്ചു കൊടുക്കണം. എനിക്ക് ഈ ലഫ്റ്റനന്റ് കേണൽ പദവി വേണ്ട, ഞാൻ സൈനികർക്കെതിരാണ് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അതല്ലാതെ നിങ്ങൾ ഈ രീതിയിലുള്ള മുഖം മൂടി അണഞ്ഞുകൊണ്ട് മകളുടെ സിനിമക്ക് വേണ്ടിയിട്ട് ഇമാതിരി പ്രൊമോഷൻ വർക്കുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ, ഇന്നലെ വരെ നിങ്ങളെ ലാലേട്ട എന്ന് വിളിച്ച കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ പുച്ഛിക്കും, നിങ്ങളുടെ മുഖത്ത് കാക്കിച്ചു തുപ്പും. ഒരു സംശയമില്ല കേട്ടോ, ഒരു സംശയമില്ല. ഇത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമായി എടുക്കാവുന്ന കാര്യമല്ല. നിങ്ങൾ പലരും പറയും, ഓ വിസ്മയക്ക് അങ്ങനെ പറയാമല്ലോ. ശരി, വിസ്മയക്ക് പറയാം. 100 കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട്, ഈ പ്രക്ഷോഭ സമരത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ. പക്ഷേ അവരെ ഒന്നും അല്ല ഞാൻ തിരുത്തേണ്ടത് മോഹൻലാലാണ്. കാരണം മോഹൻലാൽ വെറും ഒരു സിനിമാ നടനല്ല, വെറും ഒരു സെലിബ്രിറ്റി അല്ല. മോഹൻലാലിന് ഉത്തരവാദിത്വമുണ്ട്. സൈനികരെ തൊട്ട് കളിക്കരുത്, സൈനികരുടെ മൊറാലിറ്റിയെ അധിക്ഷേപിക്കരുത്, സൈനികരുടെ ഫക്ക് ദ ഇന്ത്യൻ ആർമി എന്ന് വിളിച്ച ആ തെമ്മാടി കൂട്ടത്തിന് മോഹൻലാലിന്റെ മകൾ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് ലാലേട്ട ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇവിടെ ചുമതലാബോധമുള്ള അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ചോദിക്കുന്നത്. ആ ഒരു കൂട്ടം ആൾക്കാർക്കൊപ്പം നിന്നുകൊണ്ട് ഞാനും മോഹൻലാലിനെ കൈവലിച്ചുകൊണ്ടുകയാണ്. ലാലേട്ട അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഏറ്റവും മലയാളികൾ ആകെ സ്നേഹിക്കുന്ന ആ ഒരുപാട് പ്രതിഭാധനനായ ആ മഹാനടനോടാണ് പറയുന്നത്, നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ മകളെ തിരുത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലഫ്റ്റനന്റ് കേണൽ പദവി നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ കലാപകാരികൾക്കൊപ്പം ചേർന്നോ. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഇവിടെ നിയമ സംവിധാനമുണ്ട്, അവർ ചെയ്തുകൊള്ളും എന്നും മാത്രമാണ് അതിവൈകാരികതയോടെ. കാരണം ഇത് നിസ്സാരമായി പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഈ പഞ്ചാബിൽ അറസ്റ്റിലായ 9 പേരുടെ കാര്യമൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. അവർ അറസ്റ്റിലായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അന്ന് ആ തെമ്മാടിക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പോലീസുകാരും അല്ലെങ്കിൽ ഈ അർദ്ധസൈനിക വിഭാഗങ്ങളും അവരെ ശ്രദ്ധാപൂർവം ജാഗരൂകരായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇവരവരെ പെട്രോൾ ബോംബുകൾ പൊട്ടിക്കുമായിരുന്നു, ഇവരവിടെ ആകെ രക്തക്കളമാക്കുമായിരുന്നു. അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഈ ഹമീം എന്താ പറയാ ഈ ബംഗാളിൽ അറസ്റ്റിലായ ഈ ജയ്ഷെ മുഹമ്മദിന്റെ കൂട്ടാളിയായ ഈ ഹമീം എന്ന് പറയുന്ന ഭീകരൻ, അയാൾ എന്തൊക്കെ അവിടെ ചെയ്യുമായിരുന്നു. അയാൾ നമ്മളോട് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കാര്യമില്ലായിരുന്നു. സൈനികരുടെ യൂണിഫോമിൽ, പോലീസുകാരുടെ യൂണിഫോമിൽ അവിടെ നുഴഞ്ഞു കയറുന്ന കലാപകാരികൾ, പാക് ഭീകരർ ഈ രാജ്യമാകെ ഇന്ന് കത്തുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഒരു നിമിഷം രാജ്യമാകെ കത്തുമായിരുന്നു, രാജ്യമാകെ രക്തപ്പുഴകൾ ഒഴുകുമായിരുന്നു. അതൊക്കെ എന്തോ ഭാഗ്യത്തിന് ഭാഗ്യം മാത്രമല്ല, അത് വളരെ തന്ത്രപരമായി നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പോട്ടെ, ഞങ്ങളിതാ മുട്ടുമടക്കുന്നു, ഞങ്ങളിതാ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുന്നു, ഞങ്ങളിതാ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ കേസുകളും പിൻവലിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഏറ്റവും വലിയ കലാപകാരിക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൗരവ് ദാസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധന്, കാരണം ഇവരൊക്കെ ഉമർ ഖാലിദിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ വളരെ
ഇതൊന്നും ഈ പറയുന്ന മോഹൻലാലിന്റെ മകൾ കാണുന്നില്ലല്ലോ അല്ലേ? സൗരദാസ് പോയി ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് ഉമർ ഖാലിദിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ കലാപകാരികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഈ വിഘടനവാദികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ കലാപമുയർത്തുന്ന ഈ ശക്തികൾക്ക് പിന്തുണ പകരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന മോഹൻലാലിന്റെ മകൾ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് രാജേട്ടാ, നാണക്കേടാണ്, നിങ്ങൾക്ക് നാണക്കേടാണ്. അതുകൊണ്ടാണ് ഇത്രയും വൈകാരികമായി ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് NDTVയിലെ ഒരു വാർത്തയാണ്. ISI ബാക്ക്ഡ് ടെറർ മോഡ്യൂൾ ബസ്റ്റ്, പ്ലാൻഡ് അറ്റാക്ക് അറ്റ് ജന്തർ മന്ദർ, പഞ്ചാബ് കോപ്സ്. അതായത് പഞ്ചാബ് പോലീസ് സെറ്റ് it has busted 2 ISI backed cross-border terror modules and arrested 9 accused including 4 juveniles with arms and ammunition. Police claimed that the module was tasked with carrying out an attack at Delhi's Jantar Mantar during the recent student protest and led by the Cockroach Janata Party. During interrogation, Subman confessed that it was touched with an ISI handler based in Pakistan and had been tasked with carrying out an attack at Jantar Mantar during the recent protest, police said. പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ജന്തർ മന്ദറിൽ ഈ കൂറ പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയത് വിദ്യാർത്ഥി സമരമല്ലായിരുന്നു. അത് ഇന്ത്യയെ വിഘടിപ്പിക്കാൻ, ഇന്ത്യക്കെതിരായി വിദേശ ശക്തികളുടെ നേതൃത്വത്തിൽ നടന്ന കലാപശ്രമമായിരുന്നു എന്നുള്ളത് പലതവണ ഞാൻ എന്റെ ഈ നിരവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയ എല്ലാ ദേശീയ മാധ്യമങ്ങളും അതീവ പ്രാധാന്യത്തോടെ, പക്ഷെ നമ്മുടെ മലയാള പത്രങ്ങൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയ ഈ 4 പത്രങ്ങളിലും ഈ വാർത്തയില്ല. അതായത് ISI ഭീകരർ ഒരു വൻ കലാപത്തിന്, വൻ അട്ടിമറിക്ക് ഈ ജന്തർ മന്ദർ പ്രക്ഷോഭത്തിനിടയിലൂടെ കടന്നു കയറി ഒരു വൻ കലാപം അട്ടിമറി സൃഷ്ടിക്കാൻ അവർ പ്ലാൻ ചെയ്തു. ഇതിനുവേണ്ടി പഞ്ചാബിൽ നിന്ന് 9 പേരെ അവർ റിക്രൂട്ട് ചെയ്തു. പഞ്ചാബുകാരായ 9 പേർ, അതിൽ 4 ജുവനൈൽസ്, 4 പ്രായപൂർത്തിയാവാത്തവരുണ്ടായിരുന്നു. 4 കുട്ടികളടക്കം 9 അംഗ ടീമിനെ അവർ സജ്ജമാക്കി. ഈ പറയുന്ന ISI ഭീകരർ ഇവർക്ക് വേണ്ട ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു, പെട്രോൾ ബോംബ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ ചെന്നിട്ട് നുഴഞ്ഞു കയറി ആ സമരക്കൂട്ടത്തിലേക്ക് അവിടുന്ന് പോയില്ലല്ലോ. രഞ്ജിനി ഹരിദാസും പിന്നെ ആരൊക്കെയാണ്, നമ്മുടെ വേടനും രഞ്ജിനി ഹരിദാസും സംഘമൊക്കെ പോയില്ലായിരുന്നു. ആ സംഘത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി അവിടെ വൻ പൊട്ടിത്തെറിയും സ്ഫോടനവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ISI ഭീകരർ റിക്രൂട്ട് ചെയ്ത 9 അംഗ സംഘത്തെ പഞ്ചാബ് പോലീസ് പിടികൂടിയിരിക്കുന്നു. അതിൽ ആ സുബ്മാൻ സിംഗ് എന്ന് പറയുന്ന ആൾ പറയാണ്, തനിക്ക് ഈ പറയുന്ന ആയുധങ്ങളൊക്കെ എത്തിച്ചു തന്നത് അവിടെ ഈ കലാപം സൃഷ്ടിക്കാനായിരുന്നു എന്ന്. പക്ഷേ അവിടെ അവർ ഉദ്ദേശിച്ച പോലെ അവർക്ക് അവിടെ കലാപം സൃഷ്ടിക്കാൻ പറ്റിയില്ല, അക്രമം സൃഷ്ടിക്കാൻ പറ്റിയില്ല. കാരണം ആ കനത്ത സുരക്ഷാ സേനയുടെ, നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങളും നമ്മുടെ പോലീസും വളരെ കൃത്യമായി ജാഗരൂകരായി നിന്നതുകൊണ്ട് മാത്രം ഒരു വലിയ രക്തച്ചൊരിച്ചിൽ അവിടെ ഒഴിവായി എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അതും മലയാള പത്രത്തില് കേരളകുന്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധം, നുഴഞ്ഞു കയറി കലാപമുണ്ടാക്കാൻ ജെയ്ഷെ ഭീകരരും അവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവരാ ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു അത് കേട്ടോ. അതായത് സൈനിക യൂണിഫോമിലും പോലീസ് യൂണിഫോമിലും ഭീകരന്മാർ അവിടെ നുഴഞ്ഞു കയറിക്കൊണ്ട് വെടിവെപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ. ആ പ്രക്ഷോഭം ഉണ്ടല്ലോ, ആ വിദ്യാർത്ഥി പ്രക്ഷോഭം ആ പ്രത്യേക ദിവസം സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ എന്ന് പറയുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ അഭിജിത് DKയും സൗരവ് ദാസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് നമ്മളൊക്കെ കുറ്റപ്പെടുത്തി അല്ലെ. എന്ത് പണിയാണ് ചെയ്തത് ഈ പറയുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭകർക്ക് മുമ്പിൽ മുട്ടുമടക്കി നരേന്ദ്രമോദി വറച്ചു എന്നൊക്കെയായിരുന്നില്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്ത്രപരമായി അങ്ങനെയൊരു മുട്ടുമടക്കൽ നമ്മുടെ കേന്ദ്ര സർക്കാർ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ISI ഭീകരരും ജെയ്ഷെ മുഹമ്മദ് പോലുള്ള വിഘടനവാദികൾ മുഴുവൻ ഇവിടെ നുഴഞ്ഞു കയറി. നിങ്ങൾ ആലോചിക്കണം, സൈനിക വേഷത്തിലും ഈ പറയുന്ന പോലീസുകാരുടെ വേഷത്തിലും അവർ നുഴഞ്ഞു കയറിയിട്ട് വെടിവെപ്പുണ്ടാക്കുകയാണ് ഒരു ശ്രമം. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈനികരാണ് വെടിവെച്ചത്, പോലീസുകാരാണ് വെടിവെച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭകരെ എന്ന് വരുത്തി തീർക്കും. 10, 20, 30 വിദ്യാർത്ഥികൾ അവർ വെടിവെച്ചു കൊല്ലും. അതോടെ ഇന്ത്യ മുഴുവൻ കത്തിപ്പടരുമായിരുന്നു ഈ പ്രക്ഷോഭം. അതിന്റെ ഇടയിലാണ് ISI ഭീകരരുടെ ഇന്നലെ പഞ്ചാബിൽ നിന്ന് പിടിച്ച പഞ്ചാബുകാരായ 9 പേർ, 4 കുട്ടികളടക്കം
നിങ്ങൾ ആലോചിക്കണം, ഇത്രയും ഭീകരമായ ഒരു അട്ടിമറി ശ്രമമായിരുന്നു ജന്തർ മന്ദറിൽ നടന്നത്. നമ്മുടെ പത്രങ്ങളൊന്നും മിണ്ടില്ല, മലയാള പത്രങ്ങളൊന്നും അത് മിണ്ടില്ല. അവര് മുഴുവനും ഈ പറയുന്ന വാഴ്ത്തുപാട്ട് പാടുകയാണ്. ആർക്ക്? ഈ അഭിജിത്ത് ദീപ് കേക്ക്, മാതൃഭൂമി ഉൾപ്പെടെയുള്ള, മാതൃഭൂമിക്ക് പിന്നെ മാതൃഭൂമി സ്പോൺസർ ചെയ്തതാണ് അഭിജിത്ത് ദീപ് കെ വേട്. അഭിജിത്ത് ദീപ് കെ എന്ത് പറഞ്ഞാലും അതിനെപ്പറ്റി വാനോളം പുകഴ്ത്തുന്ന, എന്താ പറയാ, ഭജനപ്പാട്ട് പാടുന്ന മാതൃഭൂമിയെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാ പത്രങ്ങളും ഒന്നിനൊന്ന് മത്സരിക്കുകയായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്തോ മഹത്തായ വിപ്ലവമാണ് നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. അപ്പോഴാണ് യഥാർത്ഥമായ ഇവരുടെ ഉദ്ദേശം, ഇവരിങ്ങനെ ഒരു സമരം പ്ലാൻ ചെയ്തത് നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ ഈ പറയുന്ന പരീക്ഷകളൊക്കെ കുറ്റമറ്റ രീതിയിൽ നടത്താനോ, ഈ പറയുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 21 കുട്ടികൾ ആത്മഹത്യ ചെയ്തതിനോടുള്ള വൈകാരികമായ പ്രകടനം ഒന്നും ആയിരുന്നില്ല. ഇവരുടെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നേപ്പാളിലെ പോലെ, ബംഗ്ലാദേശിനെ പോലെ, ശ്രീലങ്കയെ പോലെ ഇവിടെ അട്ടിമറി ഉണ്ടാക്കണം, ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെ മറിച്ചിടണം. ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഇതിനു വേണ്ടി ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നമ്മുടെ സി പി എമ്മുകാരും കോൺഗ്രസുകാരും ഒക്കെ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. നരേന്ദ്രമോദി അട്ടിമറിക്കാൻ തങ്ങൾക്ക് പറ്റില്ല, തങ്ങൾക്ക് ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യ മുന്നണിക്ക് അതിനേതായാലും പറ്റില്ല. അപ്പം പിന്നെ കോക്രോച്ച് പാർട്ടി ഇങ്ങനെ ഒരു കലാപം നടത്തുകയാണെങ്കിൽ അതിന്റെ കൂടെ ISI ഭീകരരും ജെയ്ഷെ മുഹമ്മദും കലാപകാരികളും ഒക്കെ വരികയാണെങ്കിൽ ഒക്കെ നല്ലത് തന്നെ. എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ അട്ടിമറിച്ചാൽ മതി എന്ന ദുഷ്ടലാക്കോടെ ഇതിന് പിന്തുണ നൽകിയ കോൺഗ്രസുകാർ, ഇതിന് പിന്തുണ നൽകിയ CPM